നമ്മുടെ ബിഗ് ബോസ് ഇങ്ങനെയാണ്. നമ്മൾ പ്രേക്ഷകർ കണ്ടു വന്ന ബിഗ് ബോസ്, നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന ബിഗ് ബോസ്, അതാണോ ഇപ്പോഴത്തെ സീസൺ 6? വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതെ, BB6 എൻ്റെ ഒരു അഭിപ്രായം വെച്ചിട്ട് ഈ ഒരു 6 സീസൺ വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ മോശം സീസണായിട്ടാണ് എനിക്ക് ഈ സീസണിൽ തോന്നുന്നത്. എന്താണ് ഇവിടെ നടക്കുന്നത്? എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? എന്തൊക്കെയാണ് അവർ ചെയ്തു കൂട്ടുന്നത്? കാണുന്നത് നമുക്കും അറിയത്തില്ല, ചെയ്യുന്ന അവർക്കും അറിയത്തില്ല. ഈ പവർ ടീമിൻ്റെയൊക്കെ ആവശ്യം ശരിക്കും ഉണ്ടായിരുന്നു. എല്ലാവരും ഗെയിംസ് എന്ന് പറയുന്നത് പഴയ പോലെ തന്നെയാണ് നല്ലത്. വീക്കിലി ടാസ്ക് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുക, ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ട് ആ ഗ്രൂപ്പുകളെ തമ്മിൽ മത്സരിപ്പിക്കുക, അതിൽ നിന്ന് ഗ്രൂപ്പിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്തിട്ട് ഗെയിം കളിപ്പിച്ച് അതിൽ നിന്ന് അവരെ ക്യാപ്റ്റനാക്കുക, അങ്ങനെയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ മതിയായിരുന്നു. ഇത് അല്ലെങ്കിൽ ക്യാപ്റ്റൻ മാത്രം മതിയായിരുന്നു. പഴയ സീസണിലൊക്കെ ക്യാപ്റ്റൻ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ക്യാപ്റ്റൻ എല്ലാവരും ഡിവൈഡ് ചെയ്യുന്നു ജോലി ചെയ്യാൻ. ഡിവൈഡ് ചെയ്ത ഗ്രൂപ്പിൽ നിന്ന് ഒരു ക്യാപ്റ്റനെ നമ്മൾ തിരഞ്ഞെടുക്കുന്നു. അതിനനുസരിച്ച് കളികൾ മുന്നോട്ട് പോകുന്നു. ഇതിപ്പോൾ ഇവിടെ പല ഗ്രൂപ്പുകൾ, പല ഡിസ്കഷൻസ്, പല മീറ്റിങ്ങുകൾ, ഇതൊക്കെ തന്നെയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. പവർ ടീം എന്ന് പറയുന്നൊരു പവർ ടീമുണ്ട്. അവരവരുടെ ഡിസിഷൻ എടുക്കുന്നു, അവരുടെ തീരുമാനങ്ങൾ ഇരിക്കുന്നു, അതിൽ മറ്റുള്ളവർ വഴക്കുണ്ടാക്കുന്നു. ഇത് മാത്രമായി പോവുകയാണ് ഇപ്പോൾ കണ്ടന്റ് എന്ന് പറയുന്നത്. അല്ലാതെ ഒരു എൻ്റർടൈൻമെൻറ്റോ അല്ലെങ്കിൽ മറ്റൊന്നും നമ്മളിപ്പോൾ ഇവിടെ കാണുന്നില്ല. ഒരു സാധാരണ ബിഗ് ബോസ് പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന ഫണ്ണ്, അത്യാവശ്യം തല്ല്, എൻ്റർടൈൻമെൻറ്റ്, ആരെങ്കിലും തമ്മിലുള്ള റൊമാൻസ്, കോംബോസ്, അതിപ്പോൾ ഫ്രണ്ട്ഷിപ്പ് കോംബോയും ആകാം. കഴിഞ്ഞ സീസണിലൊക്കെ മാരാർ, വിഷ്ണു ഒക്കെ കോംബോ ഒക്കെ എന്ത്, ഷിജു അവരുടെ കോംബോ ഒക്കെ എന്ത് അടിപൊളിയായിരുന്നു. ഈ നാദിരെ അവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പം എന്താണ് അവരെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പം സീസണിലുള്ള ആൾക്കാർ എന്ത് ബോറാണ് നമുക്ക് പലപ്പോഴും തോന്നിപ്പോവാണ്. ബോസിന് കുറച്ച് ബേസിക് റൂളുകളൊക്കെ ഉണ്ട്. അതായത് ഫിസിക്കൽ അസോൾട്ട് പാടില്ല, മൈക്ക് ധരിച്ച് സംസാരിക്കണം, വേറെ ലാംഗ്വേജ് ഉപയോഗിക്കരുത്. കാര്യം ഇതിന് മലയാളം ഷോയാണ്, അപ്പോൾ മലയാളികളായിരിക്കും കാണുന്നത്. മലയാളികൾ മറ്റ് ഭാഷകൾ അറിയാത്തവരും കാണുന്നുണ്ട്, അറിയുന്നവരും കാണുന്നുണ്ട്. സാധാരണക്കാരായിരിക്കും കൂടുതലും ഷോസൊക്കെ കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ വേണം സംസാരിക്കാൻ നമ്മൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ മലയാളം സംസാരിക്കണം. ഇപ്പം അതൊന്നും നടക്കുന്നില്ല. കാര്യം പല ഭാഷകളിൽ നിന്നുള്ള ആൾക്കാരൊക്കെയാണ്, മലയാളം അറിയാത്തവരും ഒക്കെ ഇപ്പോൾ കയറുന്നുള്ളത് കൊണ്ട് നമുക്കങ്ങനെ അത് കമ്പൾസറി ആയിട്ട് മലയാളം തന്നെ വേണം എന്നൊന്നും നിർബന്ധം പിടിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഫിസിക്കൽ അസോൾട്ട് പാടില്ല. പറയുന്നത് മലയാളമാണെങ്കിലും ഇംഗ്ലീഷ് ആയാലും അത് മൈക്ക് ഉപയോഗിച്ച് പറഞ്ഞാൽ നമുക്ക് കേൾക്കാൻ സാധിക്കും. അങ്ങനത്തെ റൂൾസുകളൊക്കെ അത് ബിഗ് ബോസിൻ്റെ പരിധിയിലുള്ളതാണ്. ബിഗ് ബോസിൻ്റെ ബേസിക് റൂളാണ്. ബിഗ് ബോസ് വേണം നിയന്ത്രിക്കാൻ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു പവർ ടീമും വേണ്ട, യാതൊന്നും വേണ്ട. ഓൺലി ബിഗ് ബോസ്. ബിഗ് ബോസ് മാത്രമായിരിക്കണം അവരുടെ ബോക്സ്, ബിഗ് ബോസിൻ്റെ മാത്രമായിരിക്കണം റൂൾസ്, ബിഗ് ബോസിൻ്റെ മാത്രമായിരിക്കണം തീരുമാനങ്ങൾ. ഇത് വെറുതെ കുറച്ച് ആൾക്കാർ കയറി എന്തൊക്കെയോ അവരെയൊക്കെ അവിടെ സെലക്ട് ചെയ്യുമ്പോൾ, ഇപ്പോൾ നമ്മളൊരു അഭിപ്രായം പറയുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ ഈ അഭിപ്രായത്തോട് എതിർത്ത് നിൽക്കാൻ, അല്ലെങ്കിൽ നിങ്ങളെന്താണ് ഈ പറയുന്നത്, നിങ്ങൾക്ക് ഇത് പറ്റുമോ എന്നൊക്കെ ചോദിക്കാനൊക്കെ ഒരുപാട് പേരുണ്ടാവും. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, അത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ ഒരാളെ സെലക്ട് ചെയ്യുന്നത് അവർക്ക് എന്തെങ്കിലും ഒരു കഴിവ് കണ്ടിട്ടായിരിക്കുമല്ലോ. അവർക്ക് നിൽക്കാനുള്ള കഴിവുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഷോയിൽ പങ്കെടുക്കാനുള്ള കഴിവുണ്ടെന്ന് തോന്നിയത് കൊണ്ടായിരിക്കും അവരെ സെലക്ട് ചെയ്തത്. അപ്പോൾ ആ സെലക്ഷൻ്റെ ഒരു മര്യാദയെങ്കിലും അവർക്ക് കാണിക്കാം. അതും അല്ലെങ്കിൽ BB5 വരെ കാസ്റ്റ് ചെയ്ത ആൾ റിസൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ പുതിയ ഒരാളായിരിക്കും കാസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇനി ഇതൊന്നുമല്ല, കഴിഞ്ഞ സീസൺ വരെ കാസ്റ്റ് ചെയ്ത ഒരാൾക്ക് പൈസ കൊടുക്കാഞ്ഞിട്ട് അല്ലെങ്കിൽ ശമ്പളം കൊടുക്കാഞ്ഞിട്ട് ഇനി പുതിയ ബംഗാളിയെ വല്ലതും വെച്ചാണോ ഈ സീസൺ കാസ്റ്റ് ചെയ്തതെന്ന് നമുക്കറിയത്തില്ല. കാര്യം അത്രയ്ക്ക് കാസ്റ്റിംഗ് മോശമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. യൂട്യൂബേഴ്സിനെ പറയിക്കാൻ വേണ്ടിയിട്ട് 1-2 യൂട്യൂബേഴ്സ്, സിനിമാ നടിമാരെ പറയിക്കാൻ കുറച്ച് സിനിമാ നടിമാർ, ഇനി ഇപ്പോൾ സീരിയലിൻ്റെ കുറവ് വേണ്ടാന്ന് ഓർത്ത് കുറച്ച് സീരിയൽ നടിമാർ. ശരിക്കും പറഞ്ഞാൽ ഇവരൊന്നും ഒരു കണ്ടന്റ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നില്ല എന്നാണ് സത്യം. അവർക്ക് ബിഗ് ബോസ് കൊടുത്തിരിക്കുന്ന പവർ ടീം, അതിൽ നിന്ന് കുറച്ച് കണ്ടന്റുകൾ വരുന്നുണ്ട്. പിന്നെ ബിഗ് ബോസ് ആയിട്ട് കുറച്ച് കണ്ടന്റ് വരാൻ വേണ്ടി കുറച്ച് എലമെൻറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ എലമെൻറ്റിൽ നിന്നുണ്ടാകുന്ന കണ്ടന്റുകൾ, അല്ലാതെ കണ്ടസ്റ്റൻസ് മാത്രമായിട്ട് ഒരു കണ്ടന്റും അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല. അവരായിട്ട് യാതൊരു എൻ്റർടൈൻമെൻറ്റും കൊടുക്കുന്നുമില്ല. ഇത്രയും ആൾക്കാർ ഒരുമിച്ച് നിൽക്കുമ്പോൾ അവർക്ക് എന്തൊക്കെ എൻ്റർടൈൻമെൻറ്റ് കൊണ്ടുവരാൻ കഴിയും? നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നതും കഴിക്കുന്നതും ഒന്നും അല്ലല്ലോ. വഴക്കിൻ്റെ അടിസ്ഥാനം അതല്ല. ഇവരവിടെ ഒരു ഷോ പങ്കെടുക്കാൻ പോയതാണ്. ഒരു ഷോ ആകുമ്പോൾ എൻ്റർടൈൻമെൻറ്റ് വേണം, ഫണ്ണ് വേണം, കുറച്ചൊക്കെ വഴക്ക് തർക്കങ്ങളൊക്കെ. കഴിഞ്ഞ സീസണുകളിലൊക്കെ ഓരോരുത്തരും തനിയെ കണ്ടന്റുകൾ ഉണ്ടാക്കുമായിരുന്നു, തമാശകൾ പറയുമായിരുന്നു, തമാശകൾ ഉണ്ടാക്കുമായിരുന്നു. അവിടെ ഫുഡ് ഉണ്ടാക്കുന്ന കാര്യങ്ങളെ പറ്റി ഒരു അടിയോ അല്ലെ ഫുഡ് ഉണ്ടാക്കുന്നതിനെ പറ്റിയിട്ടോ, ഫുഡിൻ്റെ സാധനങ്ങൾ അവിടെ വെക്കണം ഇവിടെ വെക്കണം ഇങ്ങനത്തെ കാര്യങ്ങൾ പോലും ചർച്ച ചെയ്യുന്നത് നമ്മൾ കേട്ടിട്ടില്ല. ലൈവ് കാണുന്ന സമയത്ത് ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ്, ഇതൊക്കെ നടക്കും. പക്ഷേ അത് ഒരു കണ്ടന്റ് പോലെ ഒരിക്കലും നമുക്ക് കാണേണ്ടി വന്നിട്ടില്ല. ഇപ്പം ഇവിടെ നടക്കുന്നത് ഇത് മാത്രമാണ് കാര്യങ്ങൾ. മീറ്റിംഗ് കൂടുക, സാധനങ്ങൾ അവിടെ വെക്കണം ഇവിടെ വെക്കണം, അല്ലെങ്കിൽ ഫുഡ് കഴിച്ചതിൻ്റെ കാര്യങ്ങളെപ്പറ്റി, ഫുഡ് കൊടുക്കാത്തതിനെ പറ്റി, ഇത്തരം കാര്യങ്ങൾ മാത്രമാണ് അവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്.
അല്ലാതെ കഴിഞ്ഞ സീസണുകളെയൊക്കെ പോലെ ഒരു എൻ്റർടൈൻമെൻറ്റ് തരാൻ ഇവർ ഒട്ടുമേ ശ്രമിക്കുന്നില്ല. കുറേ പണിഷ്മെൻറ്റ് കൊണ്ടുവരിക. ആ പണിഷ്മെൻ്റ് എന്ന് പറയുന്നത് പോലും പവർ ടീമിൻ്റെ അധികാരത്തിൽ കുറേ പണിഷ്മെൻറ്റ് കൊണ്ടുവരുന്നുണ്ട്. ആ പണിഷ്മെൻറ്റ് പോലും വളരെ ക്ലീനിങ്, വെസൽ ക്ലീൻ ചെയ്യുക, ഫ്ലോർ ക്ലീൻ ചെയ്യുക, ബാത്റൂം ക്ലീൻ ചെയ്യുക, ഇതൊന്നും അല്ലാതെ കഴിഞ്ഞ എപ്പിസോഡിൽ ലാലേട്ടൻ പറഞ്ഞതുപോലെ ഫൺ എലമെൻറ്റ് കൂട്ടിയിട്ടുള്ള എന്തോരം ശിക്ഷകൾ കൊണ്ടുവരാൻ പറ്റും. അതുപോലെ ഒരു ദിവസം മൊത്തം അല്ലെങ്കിൽ ഇത്ര സമയം വരെ ചിരിച്ചുകൊണ്ട് മാത്രം സംസാരിക്കുക. ശരിയാണ്, ഇമോഷണലി ഇത് വരും. പക്ഷെ അത് കാണുമ്പോൾ അതിനൊരു കണ്ടന്റ് ആവും. എന്ത് ചോദിച്ചാലും ചിരിച്ചുകൊണ്ട് സംസാരിക്കുക എന്ന് പറഞ്ഞിട്ട് ശിക്ഷ കൊടുക്കുക. അപ്പോൾ ഇന്ന ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു 2 മണിക്കൂർ എന്ത് ചോദിച്ചാലും നോർമൽ ചിരിച്ചുകൊണ്ട് മാത്രം സംസാരിക്കണം. അങ്ങനെ വരുമ്പോൾ അതവിടെ കണ്ടന്റ് ആവും. അതുപോലെ എന്തൊക്കെ ശിക്ഷകൾ കൊടുക്കാൻ പറ്റും? എന്തിനാ വെറുതെ ഇത്രയും സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ശിക്ഷകളായിട്ടും സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്? സീരിയസ് വേണം, സീരിയസ് വേണ്ട എന്നല്ല, സീരിയസ് വേണ്ടിടത്ത് സീരിയസ് ആയിട്ടും സീരിയസ് അല്ലാത്തടത്തും ആവണം. അങ്ങനെയാകുമ്പോൾ കണ്ടന്റുകൾ വരും, കാണുന്നവർക്കും അത് ഇഷ്ടമാകും, ഒരു എൻ്റർടൈൻമെൻറ്റും ആകും. അവർക്ക് ഗാർഡൻ ഏരിയയിൽ പോകാം, ഗാർഡൻ ഏരിയയിൽ സംസാരിച്ചിരിക്കാം, എന്തെങ്കിലും എൻ്റർടൈൻമെൻറ്റ് എലമെൻ്റ് ഉള്ള കളികൾ കളിക്കാം, എന്തൊക്കെ കാര്യങ്ങളുണ്ട്. ഇത് ഉച്ച കഴിഞ്ഞ് കുറച്ച് സമയം കിട്ടിയ ഇവർ പോയി ബെഡിൽ കയറി കിടക്കുക, ഉറങ്ങുന്നില്ല, വെറുതെ കിടക്കുക. ഈ സമയത്ത് എന്തെങ്കിലുമൊക്കെ എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കണ്ടിരിക്കുന്നവർക്ക് കൂടി ഒരു രസമാണ്. ഇതാണ് ശരിക്കും ചെയ്യേണ്ടത്. ഇതൊക്കെ പേഴ്സണലി എൻ്റെ മാത്രം അഭിപ്രായമാണ്. നിങ്ങളുടെയൊക്കെ അഭിപ്രായം എങ്ങനെയാണ്, എന്താണ് എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുവരെ നിങ്ങളുടെ സ്വന്തം ലിസ്റ്റ് സൈനിങ് ഓഫ്.